ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് തക്കാളി വഴുതനയെക്കുറിച്ചുള്ളതാണ്. പേര് സൂചിപ്പിക്കും പോലെ ഇത് തക്കാളിയല്ല, വഴുതനങ്ങയാണ്. കാണാൻ തക്കാളിയെ പോലെ ഉണ്ടെങ്കിലും വഴുതനങ്ങയാണിത്. തക്കാളി വഴുതനങ്ങയുടെ നടീൽ രീതിയും പരിചരണവും ഒക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണാൻ ശ്രമിക്കുക. തക്കാളി വഴുതനങ്ങയുടെ വിത്തുകൾ നമ്മൾക്ക് ചെടികൾ വിൽക്കുന്ന കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതെൻ്റെ തോട്ടത്തിൽ തക്കാളി വഴുതനങ്ങ നല്ല മൂപ്പെത്തിയതാണ്. അപ്പോൾ അതിൽ നിന്ന് വിത്തുകൾ എങ്ങനെ എടുത്തതിന് ശേഷം മണ്ണിലേക്ക് നടുകയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു കായയിൽ നിന്ന് നമുക്ക് ധാരാളം വിത്തുകളൊക്കെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യാനുസരണം മണ്ണിൽ മുളപ്പിച്ച് നടാവുന്നതാണ്. തൈകൾ നടാൻ എടുക്കുന്ന മണ്ണും വിത്ത് പാവുന്നതും ഒരേപോലെ തയ്യാറാക്കിയ മണ്ണിലാണ്. മണ്ണിൽ നമ്മൾ എന്തായാലും ഡോളമൈറ്റോ കുമ്മായോ ചേർത്തിരിക്കണം. അതിലേക്ക് അടിവളമായി കോഴിവളമോ ചാണകപ്പൊടിയോ ആട്ടിൻവളമോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അല്പം വേപ്പിൻ പിണ്ണാക്കും ഒരു പിടി എല്ലുപൊടിയും ചേർത്തിട്ടുണ്ട്. അതിന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വിത്തുകളൊക്കെ തന്നെ ഇതിലിട്ട് കൊടുക്കാവുന്നതാണ്. വിത്തുകളൊക്കെ തന്നെ മണ്ണിലിട്ടതിന് ശേഷം നമുക്ക് ഒരു കമ്പ് വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ മണ്ണ് വിത്തുമായിട്ട് നന്നായിട്ട് മിക്സ് ആവും. എങ്കിൽ മാത്രമേ വേഗത്തിൽ മുളച്ച് വരികയുള്ളൂ. ഇതിൻ്റെ മീതെ നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും മുളച്ച് വരത്തില്ല. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം തന്നെ മുളച്ച് വരുന്നതാണ്. ചെടികളൊക്കെ തന്നെ ഒരല്പം വലുതാകുമ്പോൾ നമുക്കിതിനെ ഇളക്കി നടാവുന്നതാണ്. അപ്പോൾ എന്തായാലും വിത്തുകളെല്ലാം തന്നെ മണ്ണിലേക്ക് മുളയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊരു ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നട്ട തക്കാളി വഴുതനങ്ങയാണ്. അതെല്ലാം തന്നെ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. മുമ്പ് ഇതിൽ നിന്ന് 2 കായും പറിച്ചിട്ടുണ്ട്. ഒത്തിരി വലിപ്പത്തിൽ എത്തുന്നില്ല, കുറച്ച് ചെറുതായിട്ടേ ഇരിക്കത്തുള്ളൂ. അത്രയും ചെറിയ ബോട്ടിലാണ് നട്ടിരിക്കുന്നത്. സ്ഥലമില്ലാത്തവർക്ക് നമുക്ക് ഇങ്ങനെ ചെറിയ കണ്ടെയ്നറിൽ നടാവുന്നതാണ്. ഇത് ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്ന ഒരു തക്കാളി വഴുതനങ്ങ ചെടിയാണ്. ഈ ചെടിയിലെന്ന് വെച്ചാൽ നിറച്ച് തന്നെ തക്കാളിക്ക് പോലെ നമ്മുടെ വഴുതനങ്ങ പിടിക്കുന്നതാണ്. കാണാൻ വളരെ മനോഹരമാണ്. കണ്ടു കഴിഞ്ഞാൽ തക്കാളിയാണെന്നേ പറയുകയുള്ളൂ. ഈ ചെടിയിൽ ഇതുപോലെ വയലറ്റ് കളറിൽ വളരെ മനോഹരമായിട്ടുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. ഉണ്ടാകുന്ന പൂക്കളൊക്കെ തന്നെ നമുക്ക് കായായി ലഭിക്കുകയും ചെയ്യും. ഇത് പിഞ്ചായിരിക്കുമ്പോൾ ഇതിൻ്റെ കളറെന്ന് പറയുന്നത് നല്ല വെള്ള കളറാണ്. ഒത്തിരി വലിപ്പത്തിൽ വളരുകയും ചെയ്യും. ഇതിൻ്റെക്കാട്ടിയും വലിപ്പത്തിൽ ഇത് വളരുന്നതാണ്. ഇതിപ്പോൾ ഒത്തിരി പ്രാവശ്യം വിളവെടുത്ത ഒരു ചെടിയാണ്. അപ്പോൾ കായ്കളെല്ലാം തന്നെ ഇത്രയും സൈസായിട്ടുണ്ട്. ഇത് നല്ല മൂപ്പത്തി വരുമ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് നല്ല ചുവന്ന കളറിലോട്ടായി മാറുന്നതാണ്. കാണാനും വളരെ മനോഹരമാണത്. അപ്പോൾ നമ്മൾ മൂപ്പെത്തുന്നതിന് മുമ്പേ തന്നെ ഇതിൻ്റെ കായ്കളൊക്കെ തന്നെ പറിച്ച് മാറ്റേണ്ടതാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മറ്റേ വഴുതനങ്ങയിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. എങ്കിലും നമ്മുടെ വീട്ടിൽ വളരുന്ന പച്ചക്കറി ചെടി ആയതുകൊണ്ട് അതിൻ്റെ സ്വാദൊന്ന് വേറെ തന്നെയാണ്. ഇതിന് കീടാക്രമണങ്ങളൊക്കെ വളരെ കുറവാണ്. ഇനി മറ്റു ചെടികൾക്ക് എന്തെങ്കിലും കീടാക്രമണം, വെള്ളീച്ച അതുപോലുള്ള രോഗകാരികളുണ്ടെങ്കിൽ ഇതിലേക്ക് അത് പടരുന്നതാണ്. അപ്പോൾ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി കഷായം ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, 1-2 പ്രാവശ്യം ആഴ്ചയിൽ. ആദ്യം തന്നെ നമ്മൾ കീടങ്ങളെ എല്ലാം നശിപ്പിച്ചതിന് ശേഷം വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. വളരെയധികം ഫലവത്താണ്. ഒത്തിരി കീടബാധ ഉണ്ടായാൽ പോലും ഇത് വളരെ പെട്ടെന്നൊന്നും നശിച്ചു പോകുന്ന ഒരു ചെടിയല്ല. ഒത്തിരി കാലം നിലനിൽക്കും. ഏകദേശം 4 വർഷത്തോളം പ്രായമായ ചെടി എനിക്ക് ഈ തക്കാളി വഴുതനങ്ങയിലുണ്ട്. ഇപ്പോഴും അത് കാച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി കാലം നിലനിൽക്കും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ വഴുതനയിൽ നിന്നും കുറച്ച് വ്യത്യാസമാണ്. ഇത് നമുക്ക് സാമ്പാറിൻ്റെ കൂടെ മെഴുക്കുരുട്ടിയും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഒരു 2-3 ചെടികൾ നമ്മൾ ഗ്രോ ബാഗിൽ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെത്തിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി വഴുതന നമുക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ ഒത്തിരി ചെടികൾ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം തന്നെ ഒത്തിരി പ്രായമായിട്ടുള്ള ചെടികളാണ്. അതൊക്കെ തന്നെ ഇപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് ശിഖരങ്ങളൊക്കെ പൊട്ടി, ആദ്യം ഉണ്ടായിരുന്ന ഒന്ന് കരിഞ്ഞു പോയിട്ട് പിന്നെ ശിഖരങ്ങളൊക്കെ പൊട്ടി പുതിയ മുകുളങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് പിന്നെ അതിൽ നിന്ന് കായ്കളൊക്കെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് ചാരവും കൂടി ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. ചുവടിൽ നിന്ന് മാറി നമ്മൾ തടത്തിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വളപ്രയോഗങ്ങളും കൂടി ചെയ്തു കൊടുക്കണം. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ കോഴി വളർത്തുകയാണെന്നുണ്ടെങ്കിൽ കോഴിവെള്ളം ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് കഞ്ഞിവെള്ളം കിട്ടുമ്പോൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അതിൽ അല്പം ശർക്കരയും കടലപ്പിണ്ണാക്കും ഒക്കെ ചേർത്ത് പുളിപ്പിച്ചതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഒരല്പം മണ്ണും ചുവട്ടിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വളപ്രയോഗം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നാൽ ഇതിൽ ധാരാളം കായ്കളൊക്കെ ഉണ്ടായി നമുക്ക് കിട്ടുന്നതാണ്. പച്ചക്കറി വേസ്റ്റിൻ്റെ കമ്പോസ്റ്റും നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ വളമാണോ ഉള്ളത് അതൊക്കെ തന്നെ നമുക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇത് ധാരാളം തന്നെ കായ്കളുണ്ടായി നമുക്ക് ലഭിക്കുന്നതാണ്. ഏറെക്കാലം ചെടി നശിച്ചു പോകാതെ നമുക്ക് കായ്ഫലമൊക്കെ ഉണ്ടായി കിട്ടുന്നതാണ്.
ഏത് ചെടി തന്നെ നട്ടാലും നമ്മളതിനെ വെറുതെ നട്ട് വളമൊക്കെ കൊടുത്തതിന് ശേഷം അതിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ പോലെ ഡെയിലി പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഇലകളൊക്കെ തന്നെ നോക്കി അതിൽ പുഴുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചെടി നല്ല ആരോഗ്യത്തോടെയും നല്ല കരുത്തോടു കൂടിയും വളരുന്നതാണ്. നമുക്ക് അതിൽ നിന്ന് ധാരാളം തന്നെ കായ്കൾ ലഭിക്കുന്നതുമാണ്. കൂടാതെ മറ്റു ചെടികൾക്ക് സ്യൂഡോമോണസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടികളുടെ ചുവട്ടിലും ഇലകളൊക്കെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മണ്ണിലൂടെ പകരുന്ന രോഗാണുക്കളിൽ നിന്നും ചെടിയെ സംരക്ഷിക്കുന്നതാണ്. കൂടാതെ ചെടിക്ക് നല്ല ആരോഗ്യം കിട്ടുന്നതാണ്. ഒത്തിരി കാലം നമ്മുടെ തോട്ടത്തിൽ നിൽക്കുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ നമ്മളൊരു 6 മാസം കൂടുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഡോളോമൈറ്റ് ഇട്ട് കൊടുക്കേണ്ട ഒരു വലിയ സ്പൂണ് നമുക്കൊന്നുകിൽ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് ചെടിയുടെ തടത്തിൽ ഇട്ട് കൊടുക്കാവുന്നതുമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് പിന്നീടും നല്ല കായ്കൾ ലഭിക്കുകയുള്ളൂ. ഇടയ്ക്ക് വീട്ടിൽ നമ്മൾ കരിയിലകളൊക്കെ കത്തിച്ചിട്ടുള്ള ചാരവും ഇട്ട് കൊടുക്കാവുന്നതാണ്. വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒത്തിരി കെയറിങ്ങിൻ്റെ ഒരാവശ്യമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് തരുന്ന ഒന്നാണ് ഈ തക്കാളി വഴുതനങ്ങ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൃഷിയെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക്